അപ്പം ഞാൻ ഇന്നലെ എറണാകുളത്തായിരുന്നു. അപ്പോൾ എറണാകുളത്തുനിന്ന് ആണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത വിവരം അറിയുന്നത്. അപ്പം അത് സംബന്ധിച്ച് ഇന്നലെ നിങ്ങൾ ചിലരെല്ലാം എന്നെ ബന്ധപ്പെട്ടെങ്കിലും ഞാൻ പറഞ്ഞു നാളെ നിങ്ങളെ കാണും എന്ന് പറഞ്ഞു. കാരണം എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ പറയുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഇപ്പം രജിസ്റ്റർ ചെയ്തിരിക്കുന്നൊരു കേസ് 2018 ഒരു നാഷണൽ വോളിബോൾ ടൂർണമെൻറ്റ് കോഴിക്കോട് നടന്നത്. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. കോഴിക്കോടിൻ്റെ വോളിബോളിൻ്റെ പ്രിയപ്പെട്ട ഒരു ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് നന്നായി നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ വോളിബോളിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അന്ന് എന്നെയായിരുന്നു തിരഞ്ഞെടുത്തത്. ആ സ്ഥാനം ഒരു ഓർണമെൻ്റൽ പൊസിഷനായി, ഒരു ആലങ്കാരിക പൊസിഷനായി മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് ഞാനതിൽ നിന്നത്. പക്ഷേ ഞാനതിൽ നിൽക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, വോളിബോളുമായി ബന്ധമുള്ള ഒരാളായാണ്. പുതിയ ചെറുപ്പക്കാരായ നിങ്ങൾക്കൊന്നും ചില പറയലുണ്ടാവില്ല, പഴയ ഒരു വോളിബോൾ കളിക്കാരനാണ്. എൻ്റെ നാട്ടിലൊരു 40 കൊല്ലമായി ഒരു വോളിബോളുമായി ബന്ധപ്പെട്ട ഒരു വലിയ കളിക്കാരെ സംഭാവന നൽകിയിട്ടുള്ളൊരു ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. ഈ കോഴിക്കോട് ഞാൻ യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 2 തവണ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗമായിരുന്നു. അതേപോലെ ബോക്സിംഗ് അസോസിയേഷൻ്റെ 16 വർഷം അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അങ്ങനൊരു രാഷ്ട്രീയക്കാരന് വ്യത്യസ്തമായിട്ട് സ്പോർട്സുമായിട്ടൊരു നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഞാൻ ചെയർമാൻ ആകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയർമാനാകുന്നത്. ടൂർണമെൻ്റെല്ലാം നമ്മൾ നന്നായി നടത്തിയിട്ടുണ്ട്. ഇതിൽ ക്രമക്കേട് നടന്നു എന്നാണ് അന്യായക്കാരൻ്റെ പരാതി. ഞാനിതിനകത്ത് ചെയർമാൻ എന്ന നിലയിൽ സാമ്പത്തികമായ ഒരു ഇടപാടിലും ഞാൻ പങ്കാളിയല്ല. പണം ഞാൻ തൊട്ടിട്ടില്ല. പണവുമായി ബന്ധപ്പെട്ട ഒരു കടലാസോ രേഖയോ ഒന്നും ഒപ്പിട്ടിട്ടില്ല. ടൂർണമെൻ്റ് കഴിഞ്ഞ് ടൂർണമെൻറ്റിൻ്റെ സ്വാഗത സംഘം വിളിച്ചു ചേർത്ത് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് കണക്കോടുകൂടി സ്വാഗത സംഘം പിരിച്ചുവിട്ടാണ്. അപ്പോൾ കേസെടുത്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാനും തയ്യാറാണ് നമ്മളൊക്കെ. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ക്രമക്കേട് നടന്നു എന്ന അന്യായക്കാരൻ്റെ വാദത്തെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയവരുടെ പേരിൽ അതിശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആവശ്യം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എനിക്കതിനകത്ത് ഒരു പങ്കും ഇല്ല എന്ന് എന്നെ മനസ്സിലാക്കിയവരും ഞാൻ കുറേ കാലമായി വിദ്യാർത്ഥി രംഗത്ത് കൂടെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള എൻ്റെ പൊതു പ്രവർത്തനത്തിനകത്തുനിന്ന് എനിക്കത് പറയാൻ കഴിയും. അത് ജനങ്ങൾ 100% വിശ്വസിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനിതിനകത്ത് പ്രതിയാകുമ്പോൾ എൻ്റെ പാർട്ടി സെക്രട്ടറി എന്ന രീതിയിലുള്ള ചിത്രീകരണവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ മാധ്യമങ്ങളും മീഡിയകളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇപ്പോഴതിന് പ്രാധാന്യമുണ്ടല്ലോ. ഞാനതിനിപ്പോൾ ആ രീതിയിലൊന്നും പറയാൻ കഴിയുന്നില്ല. നിയമപരമായി ഈ വിഷയത്തെ നേരിടുക എന്ന ധാരണ തന്നെയാണ് കണ്ടത്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ളൊരു നിർത്തണം. മാറ്റി പറയണോ? അപ്പം ഇതിനെ സംബന്ധിച്ച് വേറെ വിശദമായിട്ടൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഇപ്പോൾ വോളിബോളുകൾ അസോസിയേഷൻ അതിൻ്റെ അകത്തുള്ള തർക്കങ്ങൾ, വിഷയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഞാനതിൻ്റെ അകത്തൊന്നും സൂചിപ്പിക്കില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പരാതിയും കേസുമൊക്കെയാണിത്. സ്വാഭാവികമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിലൊന്നും ഭാഗവാക്കല്ല, ഞാനതിൽ ഒന്നും പങ്കാളിയല്ല. പക്ഷേ ഞാൻ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടുണ്ട്. അത് അലങ്കരിച്ചതിനനുസരിച്ചിട്ട് അതിന്
ആ ടൂർണമെൻറ്റിൻ്റെ നടത്തിപ്പ് എന്ന രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിനകത്തൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. അതെനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേട് പുറത്തു വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ക്രമക്കേട് നടത്തിയവരുടെ പേരിൽ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്കതിനകത്ത് വേറൊരു ആശങ്കയും കാര്യമൊന്നുമില്ല. പിന്നെ ഇത്തരത്തിലൊക്കെയുള്ള കേസുകളൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ അതൊന്നും സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പോൾ പൊതുപ്രവർത്തകർക്ക് അത്തരത്തിലുള്ള കേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങളെല്ലാം അങ്ങനെ പറയുന്ന സമയത്ത് പുറമേ ജനങ്ങൾ എന്താണ് ഉള്ള തെറ്റിദ്ധാരണ കാര്യങ്ങളുണ്ട്, അത് നീക്കം ചെയ്യുക എന്നുള്ള ധാരണ മാത്രമേ ഉള്ളൂ. അത് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാം എന്നെ അറിയാം, എന്നെ അടുപ്പമുള്ളവരുണ്ട്, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ പരിചയമുള്ളവരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങളെന്തൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി പറയാം. ഇതിലെ ഈ വോളിബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഈ ഗ്രൂപ്പ് തർക്കം അങ്ങനെ മറ്റോ ആണ് ഇപ്പോഴത്തെ ഈ പരാതിക്ക് കാരണമായി വന്നതെന്ന് സംശയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് അതിനകത്തെ പ്രശ്നം. അത് പ്രശ്നം ഞങ്ങൾ സ്വാഗത സംഘം പിരിച്ചുവിടുന്ന ദിവസം തന്നെ ചിലർ സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ ഈ കമ്മിറ്റിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിരുന്ന നാലകത്ത് ബഷീർ, അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ പരാതിപ്പെടുക എന്ന് ഞാൻ തന്നെ ആ യോഗത്ത് പറയുകയും ചെയ്താണ്. നമ്മളിപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്കിപ്പോൾ CA-ക്കാരെ വെച്ച് ഓഡിറ്റ് എടുത്തിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കുറേ കോപ്പികളോടുകൂടി മേശപ്പുറത്ത് വെച്ചിട്ടാണ് ആ സ്വാഗത സംഘം നമ്മൾ പിരിച്ചുവിട്ടത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷേപമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അത് ഉത്തരം പറയാമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ അസോസിയേഷൻ്റെ ഭാരവാഹിയും കാര്യം ഒന്നല്ല. നമ്മളിപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ കോഴിക്കോട് ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും സംസ്ഥാന ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ഈ രംഗത്ത് നിന്ന ഒരാളെന്ന നിലയിലാണ് അവരെല്ലാം കമ്പൽ ചെയ്തിട്ട് എന്നെ ചെയർമാൻ ആവണമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞാൻ ചെയർമാൻ ആകുന്നത്. അതുകൊണ്ട് ഇപ്പം എല്ലാം കൂടെ ഒരു കേസ് പ്രതി കൂടിയായി എന്നതാണ് അതിനകത്ത് പ്രശ്നം. അപ്പോൾ അത് സാറില്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞാണ്, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇതിലൊരു വസ്തുത സത്യത്തിൽ ആ വസ്തുതയായി തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മീഡിയ മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇത് കഴിഞ്ഞ മെയ് മാസമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷം ജൂലൈ മാസം ഈ കേസ് അന്വേഷിക്കണം ആവശ്യപ്പെട്ട് കമ്മീഷന് കത്തും കൊടുക്കുന്നു. പക്ഷേ ആ കേസ് ഒരു വർഷമായിട്ടും രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്ന സാധ്യത, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറിക്ക് അതിനെതിരെ അടക്കം ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അതേതെങ്കിലും രാഷ്ട്രീയ സ്വാധീനം മൂലമാണ് കേസ് എടുക്കാതിരുന്ന ചോദ്യങ്ങൾ കൂടി വരുന്നത്. എനിക്കിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല സുഹൃത്തെ. എൻ്റെ ശ്രദ്ധയിൽ അതിനെ സംബന്ധിച്ച് വന്നില്ല. നമ്മളേതായാലും അത്തരം കേസിൻ്റെ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിനാണെങ്കിൽ അങ്ങനെ ഇടപെടുകയാണെങ്കിൽ എന്നെ പ്രതി ചേർത്തുകൊണ്ടുള്ളൊരു കേസ് വരാതിരിക്കാനും കഴിയാവില്ല. നമ്മളിപ്പം എൻ്റെ അടുത്ത് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അത് 2023 മറ്റാണ്. എൻ്റെ അടുത്ത് വന്ന് എന്നോട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തപ്പോൾ എന്നെ പറഞ്ഞു നിങ്ങളേതായാലും ഇതിലൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ഐ വിറ്റ്നസ് ആവേണ്ടി വരും, അതാവുന്നതിന് കുഴപ്പമുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഐ വിറ്റ്നസ് ആക്കുക നിങ്ങൾ നിർബന്ധിച്ചാക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ തന്നെ പറയാനുള്ളത് ഞാൻ പറയും, എനിക്കതിനപ്പുറത്ത് മറ്റൊന്നും വേറെ പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. അപ്പം നമുക്ക് അങ്ങനൊരു ധാരണ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ വേറൊരു കാരണം ആരെയും കനമില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ഒരു പ്രശ്നമില്ല.